ഗൾഫിൽ നിന്ന് TV എത്തിച്ച് ലോകകപ്പ് കണ്ട കാലം. അരനൂറ്റാണ്ടിന്റെ ഫുട്ബോൾ ഓർമ്മകളുമായി ചാലിശ്ശേരി സ്വദേശി CV സൈമൺ. 2026 ഫിഫ ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങും പടരുമ്പോൾ അരനൂറ്റാണ്ടിലേറെ നീളുന്ന തന്റെ ഫുട്ബോൾ പ്രണയത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ചാലിശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ചീരൻ വർഗീസ് മകൻ സൈമൺ. 69 വയസ്സുള്ള സൈമന് ലോകകപ്പ് ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, ജീവിതത്തിന്റെ ഭാഗമാണ്. 1970കളിലെ അവസാനത്തിൽ തന്നെ ലോകകപ്പ് മത്സരങ്ങൾ കാണാൻ തുടങ്ങിയ അദ്ദേഹം അന്നത്തെ സാഹചര്യത്തിൽ അത് എളുപ്പമല്ലായിരുന്നെന്ന് ഓർക്കുന്നു. 1970 ആ 3 വട്ടം ലോകകപ്പ് നേടിയിട്ടുള്ളത് ഒരേ ഒരു ടീം അവരായിരുന്നു. ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമും ബ്രസീൽ 5 വട്ടം. അതുകൊണ്ട് ഇപ്പോഴത്തെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ സാധ്യത 3 ടീമിലുള്ളതിൽ കുറച്ച് മുൻതൂക്കം ബ്രസീലിനുണ്ട്. പിതാവ് വർഗീസിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രവരത്ത് പഠിച്ചിരുന്ന കാലത്താണ് ഫുട്ബോളിനുള്ള ഇഷ്ടം തോന്നിയത്. CMH ഗവൺമെന്റ് സ്കൂളിൽ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്ന സൈമന് അന്നു മുതൽ കാൽപന്ത് കളിയുള്ള ഇഷ്ടം ഹൃദയത്തിൽ ഇടം പിടിച്ചു. ഫുട്ബോളിനുള്ള ഈ ആവേശം മനസ്സിലാക്കിയ ഗൾഫിലായിരുന്ന ജ്യേഷ്ഠൻ കൊച്ചു മാത്യു 1979 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV അയച്ചു. ഫുട്ബോളിനോടുള്ള ഈ ആവേശം മനസ്സിലാക്കിയ ഗൾഫിലായിരുന്ന ജ്യേഷ്ഠൻ കൊച്ചു മാത്യു 1979 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ അയച്ചു നൽകി. തിരുവനന്തപുരം വിമാനത്താവളത്തെത്തിയ TV ട്രെയിൻ മാർഗം രാജ്മന്ദ്ര എത്തിച്ചാണ് 1982 ലോകകപ്പ് കണ്ടത്. ഇന്നലെ എന്ന പോലെ ഓർത്തെടുത്തു. ഇന്ത്യയിൽ ലോകകപ്പ് മത്സരങ്ങളിൽ സംപ്രേഷണം പരിമിതമായിരുന്ന ആ കാലത്ത് ശ്രീലങ്കയുടെ രൂപവാഹിനി ചാനൽ വഴിയാണ് ലോകകപ്പ് മത്സരങ്ങൾ കണ്ടത്. അന്നത്തെ സാഹചര്യത്തിൽ അപൂർവ അനുഭവമായിരുന്നെന്ന് സൈമൺ ഓർക്കുന്നു. 1983 ചാലിശ്ശേരിയിലെത്തിയ ശേഷവും ഫുട്ബോൾ പ്രണയത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. 1986 ലോകകപ്പ് ചാലിശ്ശേരിയിൽ നിന്നാണ് കണ്ടത്. അന്ന് ഗ്രാമത്തിലെ വിരലെണ്ണാവുന്ന വീടുകളിൽ മാത്രമേ ടെലിവിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ലോകകപ്പ് രാത്രികൾ ആവേശത്തിന്റെയും കൂട്ടായ്മയുടെയും ഉത്സവങ്ങളായി മാറിയിരുന്നു. തികഞ്ഞ ബ്രസീൽ ആരാധകനായ സൈമന് ലോകകപ്പ് ചരിത്രത്തിലെ ടീമുകളെല്ലാം താരങ്ങളെ കുറിച്ച് അറിവ് ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ്. തികഞ്ഞ ബ്രസീൽ ആരാധകനായ സൈമണിന് ലോകകപ്പ് ചരിത്രത്തിലെ ടീമുകളെയും താരങ്ങളെയും കുറിച്ചുള്ള അറിവ് ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ്. കുടുംബത്തിലെ ജ്യേഷ്ഠ സഹോദരൻ കൊച്ചു മാത്യുവും അനുജൻ ജോൺസണും ബ്രസീൽ ആരാധകരാണ്. 1970 മുതൽ 2002 ഖത്തർ ലോകകപ്പ് വരെയുള്ള മികച്ച താരങ്ങളെയും മത്സരങ്ങളെയും കുറിച്ച് വ്യക്തമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ലോകകപ്പിന്റെ വിവിധ പതിപ്പുകളിലെ ജേതാക്കളുടെയും ഇതിഹാസ താരങ്ങളുടെയും പേരുകൾ ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. കേരളത്തിലെത്തിയ ശേഷം നെഹ്റു ട്രോഫി, ചോക്കാളോ ട്രോഫി, ഫെഡറേഷൻ കപ്പ് തുടങ്ങിയ പ്രമുഖ ടൂർണമെന്റിൽ നേരിൽ കാണാൻ മൈതാനങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ടെലിവിഷൻ സ്ക്രീനിൽ തുടങ്ങി സ്റ്റേഡിയം ഗാലറിയിലേക്ക് നീണ്ട ആ യാത്ര ഇന്നും തുടരുകയാണ്. 2022 വരെ എല്ലാ കളികളും കണ്ടതിന് ശേഷം 2026 ലോകകപ്പ് ആരംഭിക്കാനിരിക്കെ ബ്രസീലിനോടുള്ള തന്റെ അചഞ്ചലമായ ആരാധനയും ഫുട്ബോളിനോട് അടങ്ങാത്ത സ്നേഹവും സൈമൺ പങ്കുവച്ചു. 86 മുതലാണ് ഇന്ത്യയിൽ ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അന്ന് വരെയുള്ള ഈ 2000 ഖത്തർ വരെ 2022 വരെ എല്ലാ കപ്പും ലോകകപ്പും കൂടിയിട്ട് കാണാറുണ്ട്. അതിൽ ഒരു 95% ഈ മെക്സിക്കോയിലും പിന്നെ അമേരിക്കയിലും നടക്കുന്ന പുലർച്ചയായിട്ടുള്ള സമയത്ത് ചില കളികൾ മാത്രം ഈ ക്വാളിഫയിങ് മാച്ച് മാത്രമേ കാണാതിരുന്നിട്ടുള്ളൂ. ക്വാർട്ടർ മുതൽ ഫൈനൽ വരെ ഒരുവിധമുള്ള എല്ലാ കളികളും കണ്ടു. ബ്രസീലിന് മുൻതൂക്കമുണ്ട്. പക്ഷേ 3 ടീം ബ്രസീലും അർജന്റീന, ഫ്രാൻസ് ഏറ്റവും കപ്പ് നേടാനുള്ള സാധ്യതയുള്ള 3 ടീമുകളാണ്. ഏകദേശം അതേ സ്റ്റാൻഡേർഡിലുള്ള ടീമുകൾ ഇപ്പോൾ പിന്നെ പോർച്ചുഗൽ ഉണ്ട്, സ്പെയിൻ ഉണ്ട്. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ കായിക രംഗത്തിന്റെ വളർച്ചയിൽ സജീവ പങ്കുവച്ച സൈമൺ TCC ക്ലബിന്റെ ആദ്യം ജോയിന്റ് സെക്രട്ടറിയും ഗ്രാമീണ വായനശാലയുടെ ആദ്യകാല പ്രവർത്തകനുമായിരുന്നു. ഹൈസ്കൂൾ മൈതാനത്തെത്തി കാൽപന്ത് കളി വീക്ഷിക്കുന്ന ഇദ്ദേഹം കുട്ടികൾക്ക് കളിയെക്കുറിച്ചുള്ള അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാറുണ്ട്. സ്മാർട്ട് ഫോണുകളിലും അതിവേഗ ഇന്റർനെറ്റിലുമായി ലോകകപ്പ് എത്തുമ്പോഴത്തെ ഇന്നത്തെ കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനിലൂടെ രൂപവാഹിനി ചാനലിൽ മത്സരം കാണാൻ കാത്തിരുന്ന ആ രാത്രികളാണ് സൈമന്റെ മനസ്സിൽ ഇന്നും ഏറ്റവും തെളിമയോടെ നിലനിൽക്കുന്നത്. കാലം മാറിയെങ്കിലും ഫുട്ബോളിനുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് യാതൊരു മാറ്റവുമില്ല. ലോകകപ്പ് പന്തിരുള്ളാൻ തുടങ്ങുമ്പോൾ ചാലിശ്ശേരിയിലെ ഈ 69കാരൻ ഇന്നും അതേ ആവേശത്തോടെ ടെലിവിഷന് മുമ്പിലുണ്ടാകും. കയ്യിൽ ബ്രസീലിനോടുള്ള ആരാധനയും മനസ്സിൽ അരനൂറ്റാണ്ടിന്റെ മായാത്ത ഫുട്ബോൾ ഓർമ്മകളുമായി. അതേസമയം ലോകത്തിലെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 2 ടീമുകളായ ബ്രസീലും അർജന്റീനയും ഫൈനലിലെത്തിയാൽ കളിയാവേശം ചരിത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള 2 ടീമുകളെ കാണാനുള്ളൂ. ഒന്ന് ബ്രസീലും ഒന്ന് അർജന്റീനയും. ബ്രസീലും അർജന്റീന ഇപ്രാവശ്യം ഫൈനലിൽ വരികയാണെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ള ഒരു മാച്ചാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉള്ള 2 ടീമുകളും കപ്പ് നേടാനുള്ള സാധ്യതയുണ്ട്. 2 പേരും ഒരുമിച്ചിട്ട് ഫൈനലിലേക്ക് വരികയാണെങ്കിൽ
അത് ഈ നൂറ്റാണ്ടിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കളിയാവാനുള്ള സാധ്യത ഞാൻ വില കൽപ്പിക്കുന്നു.